എന്തുകൊണ്ട് ചെയ്തില്ല? മഹാമനസ്കത, മനുഷ്യത്വം. ₹5000 ഒരു ചെറിയ സമ്മാനം. തീയതി ഞാൻ അറിയിക്കാം. എന്റെ കുട്ടി പറയരുത്. ദരിദ്രനാ ഞാൻ. കാശിന് ഗത്യന്തരമില്ലാത്തവനാ. കൈ നീട്ടാനായി ഈ നാട്ടിൽ ഇനി ഒരാളും ബാക്കിയില്ല. ഒരു ദിവസമുണ്ട്, അന്ന് നിവർന്ന് നടക്കാനാ ഞാനിപ്പോ നട്ടല് വളച്ചു പിടിച്ചിരിക്കുന്നതെന്ന്. അയാളുടെ കാര്യം കളയു കുട്ടി. ഏഴിലക്കര അമ്പലത്തിലെ മൂർത്തിയുടെ മുമ്പില് എത്രയോ പുകൾപെറ്റ കലാകാരന്മാര് വന്ന് ചമയത്തിന് ഒരുക്കത്തിനുള്ള ഏർപ്പാടൊക്കെ മംഗലശ്ശേരി പത്തായപ്പേരിൽ टेम्पल है। अच्छा, वो जो काम नहीं करवा रहा था वो, तो उसकी रीओपनिंग कर रहा ना वो, तो उसको उसके सेलिब्रेशन में बुलाया उसने इन्हें। चेक कर रहे हैं। കഴിഞ്ഞില്ലേ ഒരുക്കങ്ങളൊക്കെ? ഒന്ന് കാണട്ടെ കുട്ടിയെ. അതോനെ क्या वही നീലകണ്ഠൻ, ഇങ്ങോട്ട് വാ കുട്ടി. എന്തത്ര വിശേഷിച്ച് കാണാൻ? നീ ആ പൂവൊന്ന് വേറെ എടുത്തേ. वही आ गया। कैसे बैठा राधे की तरह। അപ്പോ ഇതാണ് അപ്പുമാഷിന്റെ മോളല്ലേ? തഞ്ചാവൂർ ഷൺമുഖം പിള്ളയുടെ ശിഷ്യ. കൊള്ളാം. वहीं पे कह रहा है परफॉर्म करने के लिए। എവിടാ നടക്കാ? ഇവിടെ. अच्छा, उस चीज का बदला ले रहा है ये, जो उस लड़की ने उसने बोला था ना। എന്താ झूठ മനസ്സിലായില്ലേ? बोला था उसने कि वहां पे करोगे तुम परफॉर्म। बदला लेने के लिए कर रहा था वो। താമസിക്കണ്ട. കൂടുതൽ സംസാരിക്കുന്നത് എനിക്കിഷ്ടമല്ല. എന്റെ വിജയത്തിന് വേണ്ടി ചില കളികള് ഞാൻ ജയിക്കാൻ വേണ്ടി മാത്രമാ കളിക്കണേ. നിർബന്ധ ബുദ്ധി അലങ്കോലായാൽ മോളുടെ ഭാവിയെക്കുറിച്ച് ആദ്യമുള്ള ഒരച്ഛൻ പറയുന്നതാണ്. വയ്യാന്ന് നീ പറയില്ല. പറഞ്ഞ നൃത്തം മാത്രമാവില്ല, ഞാൻ നിന്നെ കൊണ്ട് ചെയ്യിക്കുക. करना ही पड़ेगा जबरदस्त। ₹1 भी दे रखा उसने, वो कुछ कर ही नहीं सकते। അടിപ്പരയ്ക്ക് പുറത്തേക്ക് ഞാൻ വിടില്ല. ഇത് നീലകണ്ഠനാ. വെറും വാക്ക് പറയുന്ന ശീലം എനിക്കില്ല. പണം वो दोबारा लौट आ भी नहीं सकता ₹। क्या खर्च कर दी इसने ₹? शायद ऐसे। എന്നാലും എന്റെ മോളെ पैर छोटा है। കുറുപ്പേ, ആട്ടവിളക്ക് കത്തിക്കുക. करने लगी डांस। सैंग मार रहा। बिल्कुल राजा समझता अपने को। മതി മതി, ഇത്രയും മതി. മിടുക്കി. क्या करेगी? ജയിച്ചു അല്ലേ? അങ്ങനല്ലേ പാടുള്ളൂ. അതെ, ഒരു പെണ്ണ്. പക്ഷെ ഒന്ന് മനസ്സിലാക്കുക, എന്റെ ഉള്ളിലുണ്ട് ചെറിയ ചില ജയങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മനസ്സ്. ദൈവദത്തമായൊരു കലയാണ്. എന്റെ കാലുകൾക്ക് ഇനി ഈ ചിലങ്ക ഇടാനുള്ള യോഗ്യതയില്ല. ഉള്ളിലൊരു ഞാനിതിവിടെ ഉപേക്ഷിക്കാണ്. बोलते रहे हमेशा के लिए फेंक रही उन्हें।
വീഴുമ്പോ ഓർത്തോളൂ, അതൊരു പ്രളയത്തോളം പെരുകും. മംഗലശ്ശേരിയിലെ മേൽക്കൂരയ്ക്ക് ആകാശം മുട്ട. दीपक बुझ गया सोच तो रहा है कुछ अच्छा वो अरेस्ट हो गया वही आदमी കൊണ്ടുപോയിരിക്കുന്നത് ചെറിയാനല്ലെങ്കിലും നമ്മളോടത്ര സുഖത്തിലല്ലല്ലോ. വെറുതാ നീ എസ് ഐ उसे पहचानने की कोशिश करेगा भैया ആ ഞാനാ നീലാണ്ടൻ എസ് ഐ അല്ലേ? ആ ഉവ്വ. ഓഹോ സബ്ജയില്ല ഏറ്റിരിക്കുക. ചതയ്ക്കാൻ ഇനി 1 ഇഞ്ച് സ്ഥലം ശരീരത്ത് ബാക്കിയില്ല മുതലാളി. ഈ തടി പോക്ക. വളച്ചു കെട്ടാതെ കാര്യം ഞാനങ്ങ് പറയാം. ഒരു തുക കൈ കിട്ടണം. പെണ്ണും പിള്ളേരും പട്ടിണിയായിരുന്നല്ലോ. എന്താ വേണം? 5 लाख रुपए 5 लाख मांग रहा हो तो पुलिस को सच नहीं बताएगा ना? ഉള്ള സത്യം കോടതിയിൽ തുറന്നു പറഞ്ഞ് नहीं तो ഞാൻ कोर्ट തടി में ഊരിയെടുക്കും. सच ഈ 5 എന്നൊക്കെ പറയുന്നത് മുതലാളി अब भेजा भी इसी ने था ना उसे करके सकता है അവൻ സന്ദർഭം മുതലെടുക്കുകയാണ്. देना पड़ेगा उसे ഇനി അത് നോക്കണ്ട, പെട്ടു. अब जमीन बेचेगा वो അല്ലേ വരേ? ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ फिर धीरे धीरे ആരുടെ गरीब അടുത്താ होता കാശ് जाएगा ऐसा ഉണ്ടാവുക? लग रहा है मुझे ഓരോരുത്തരെയും കൈ അയച്ച് സഹായിക്കുമ്പോ तो जो भगा देता है खरीदने के लिए भी आएगा उसका लाइन ആളെന്ന് വെച്ചാ റെഡി ക്യാഷ്. अच्छा उसी के पास जाएगा अब जिसको उस दिन भगाया था വേറെ ഒരു വഴി ഇല്ലാത്തോണ്ടാ അവനെ തന്നെ കാണാം. गवर्नमेंट इसका धीरे धीरे चूर होता जा रहा है ഇടനിലക്കാരൊന്നും दूसरों को कुछ नहीं समझता था मैं क्या भी गलत था ना उसने അല്ലേ വരേ? अगर नहीं बेचनी थी तो ഇല്ല. मना कर देता സമയവും इस तरह से इंसल्ट करने की जरूरत नहीं है ना अभी कैसे बैठा उसके सामने वहां देख ഞാൻ എന്റെ വില അങ്ങ് പറയാം. എന്താ വരേ? ഒരു 6 രൂപയ്ക്കാണെങ്കിൽ ഞാൻ എടുത്തോളാം. केवल 6 रुपए पर एकड़ बैंकर कितना कम दे रहा എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. സമ്മതമാണെങ്കിൽ കച്ചവടം ഉറപ്പിക്കാം. ഫുൾ ക്യാഷ് ഇപ്പൊ തന്നെ കൈ തരും. पहले उसने कितना ज्यादा बोला था उस टाइम जब आया था वो നീല പറഞ്ഞ പോലെ ചെയ്യൂ. എന്നാ അങ്ങനെ തന്നെ. പാപ്പാ അതിങ്ങോട്ട് എടുത്തോളി. पैसे भी लग गए കൊടുത്തേക്ക്. വരേ? വരുമാനത്തിന്റെ 1/3 നഷ്ടപ്പെട്ടു എന്നാ. ഏത് കണ്ണുപൊട്ടനും 10-12 രൂപ തരുന്ന വസ്തുവാ. 6 ഞാൻ എന്താണോ ഇങ്ങനെ ആയിപ്പോയത്? താൻ ചിന്തിച്ചിട്ടുണ്ടോ അത്? ചിന്തിച്ചിട്ട് ഒരു എത്തും പിടിയും. ഞാൻ ഇങ്ങനെ തന്നെയാ. അതെന്താ എന്ന് ചോദിച്ചാ ഞാൻ അങ്ങനെ തന്നെ, അത്ര തന്നെ. ഇതൊന്നും അല്ലാത്തൊരു നീല എങ്ങടാ മാഷേ? എങ്ങോട്ടും ഇല്ല. എന്നാ കേറാ. ഇല്ല, പോട്ടെ. जबरदस्ती बिठा रहा उसे जीप में ഉദ്ദേശിച്ചിട്ടില്ല. കേറിയില്ലേ നീലണ്ണ പൊക്കിയെടുത്ത് ജീപ്പിലിടും. നല്ല കുട്ടിയായിട്ട് കേറിക്കേ. ये पुलिस कहाँ गया മാഷില്ലേ? ആരാ? अच्छा अर्बन बैंक ही ना? बैंक वाले आ रखे हैं ओ इसलिए परेशान थे उसके पापा ഞങ്ങൾ അയച്ച രജിസ്റ്റർ നോട്ടീസ് അദ്ദേഹം കൈപ്പറ്റിയതല്ലേ? ആ നിലയ്ക്ക് കാക്കേണ്ട കാര്യമില്ല. നിൽക്കൂ, കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം. ഞങ്ങൾ ഇവിടെ മാഷേ, അപ്പു മാഷേ, उदास हो रहा इसके बेटे को तो जॉब भी मिली थी ना पर गई थोड़ा हाँ गई नहीं അച്ഛനെ കണ്ടോ ചോദിപ്പേ? മാഷ് മംഗലശ്ശേരിയിലെ വണ്ടിയിൽ പോണത് കണ്ടല്ലോ. नहीं जाएगा ना എന്താ കാര്യം? മാഷി माफी मांग रहे എന്ത് हैं ചെയ്യാ? പിന്നെ മോളുടെ ഗതിയില്ലാത്തവന്റെ മോളായതുകൊണ്ട് നാണവും മാനവും പാടില്ലെന്നാ. എല്ലാം എല്ലാം എത്രയോ കാലം തന്റെ ധാർഷ്ട്യം അഴിച്ചു മാറ്റി ആ ചെലങ്കയിലെ ഓരോ മണികളും ആ കുട്ടി എത്രയോ വർഷം
जाने क्या करता रहता है. क्या करेगा ये? മുറുകണം. പക്ഷേ ആശ്വസിപ്പിക്കാൻ പറയണ്ട നല്ല വാക്കുകളൊന്നും എന്റെ നാക്കിൽ വരില്ല. हाँ इससे भी എന്റെ ഉള്ളിൽ आपकी गलती का एहसास है ना. അതെനിക്ക് നെഞ്ചു കയറി കാണിച്ചു തരാൻ കഴിയില്ല. കുറ്റമേ മാഷേ. ഈ മുഖത്ത് നോക്കി ദേഷ്യം എന്ന് പറയാൻ പോലും എനിക്ക് പറ്റുന്നില്ലല്ലോ ഈശ്വര. बताया ना वो आदमी. മാപ്പു നൽകൂ ഗുണനിധേ മാല गाना गा गए. മതേ മാപ്പു നൽകൂ ഗുണനിധേ ഉദ്ധതനായി വന്നോരെന്നെ डांस करने लग गए. वो आगे वो देखे मेरे पापा से डांस करवा रहा है. वो तो कुछ गलती समझेगी अब. वो बोलेगी पहले इन्होंने मुझसे डांस करवाया, मेरे पापा से करवाया. अब वो यही समझेगी कि ये जबरदस्ती करवा रहे होंगे, जैसे मेरे से करवाया था. देखो गलत समझने लगी. डांस करने की जरूरत क्या थी? अरे उसी का पता था वो आ जाएगी उसकी बेटी में. अच्छा इसके घर में चले गए ये दोनों. क्या लगता है അപ്പോട്ടിന്റെ ദുശീലം കൊണ്ട് തന്നെ ये പറ്റിയത്. उसकी दोस्त थी ना ये लड़की. ആരെയും കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. വാസേട്ടാ പക്കം വരണം. വിരിച്ചിട്ടുണ്ട്, വാസേട്ടൻ കിടന്നോളൂ. ഉം. നിങ്ങളുടെ അച്ഛൻ ഏത് പാതിരായ്ക്കാ വരിക? വിവരമൊന്നും അറിയാണ്ട് ഇറങ്ങിപ്പോയാലോ ഭാനുവച്ചി? ഈ കുത്തിയുള്ള വർത്താനം ये സഹിക്കുന്നില്ല. सब बिहेव कर रही हो. സഹിച്ചേ പറ്റുമോളെ. उसके पापा भी हैं. കുറെ കണ്ണൂടിയന്മാരുടെ നടുവില് സ്വബോധമില്ലാതെ ഒരു കോമാളിയെ എന്റെ അച്ഛനെ കണ്ടപ്പോ മോളെ, ഞാൻ വേണ്ട, രാത്രി ഇങ്ങനെ ഇറക്കി വിട്ട പോകാൻ ഇടമില്ല. ഓർത്തോളൂ. നനച്ചിട്ടേക്ക് ശാരദേ. ആ काम करवा रही उनसे വേണ്ട करके. ഭാനുവച്ചി, അവിടെ ഇട്ടേക്കൂ, ഞാൻ നനച്ചോളാം. സാരില്ല മോളെ. അപ്പൊ തന്നെ നീലൻ അയക്കായിരുന്നു. എന്താ വേണ്ടേന്ന് വെച്ചാ ചെയ്യാ. മാഷയും മക്കളെയും കഴിയുമെങ്കിൽ उसने इसे भेजा हुआ है नीरज ने इन्हें लेने के लिए. ഉപദ്രവിക്കില്ല എന്ന് വെച്ചാ നിങ്ങൾ എവിടെയെങ്കിലും ഒതുങ്ങി കഴിഞ്ഞോളാന്ന് പറയൂ. നിർബന്ധിക്കാൻ വയ്യ. बेटे बोल दिया. തെമ്മാടിത്തം ഈ ആദ്മി ഏറെ मतलब- കയ്യിലുണ്ട്. എന്നാലും നീല अच्छा भी है ഹൃദയമുള്ളവനാ. और ये उसे सही चीजें सिखाता है नीलन को. पर वो सेक्रेटरी के तौर पे मतलब रखा उसने बस. हाँ वो उसकी बात ज़्यादा सुनता नहीं है नीलन. वो भी अच्छा है पर यही है कि उसमें ज़्यादा घमंड है उसमें ज़्यादा. സമയം മടിക്കണ്ട. वो दूसरी ज़्यादा सुनता नहीं है. വന്നു അല്ലേ ഊരി തണ്ടി? ഓ തമ്പുരാനെ, वही आदमी जो उस दिन बजा रहा था. ഇവർക്ക് ഇടയ്ക്ക് പഠിക്കണത്രേ. ജർമ്മനിലേക്ക് കൂടെ കൊണ്ടുപോവാന്ന് വരെയായി. അത് നമുക്ക് പറ്റില്ലല്ലോ. സാഹിബിനോട് സലാം പറഞ്ഞു. അതല്ലേ തന്റെ അടുത്തേക്ക് പുറപ്പെട്ടെ. ആ തള്ള ഒരുത്തി ഒറ്റയ്ക്ക് കഴിയല്ലേ? അതിന്റെ വിവരം വല്ല അറിയാറുണ്ടോ? അസുഖമൊന്നുമില്ല, ഒന്ന് പോണം. ചെല്ലേ, കഥകളൊക്കെ വയറ്റി വല്ലം ചെന്നിട്ടാ. ആദ്യം വിസ്തരിച്ചൊരു കുളി, പിന്നെ നന്നായിട്ടൊരു ഊണ്. ഇരിപ്പില്ലേ, അത്ര തന്നെ ഉണ്ടാവുള്ളൂ. തുടക്കട്ട് വെക്ക, ഒന്നും മുഴുമിപ്പിക്കില്ല. അതല്ലേ പ്രകൃതം. താൻ ഈ ചുറ്റലൊക്കെ മതിയാക്കി കുറച്ചു ദിവസം സ്വസ്ഥായിട്ട്. ഈ അലച്ചില് അത് നിർത്താൻ വയ്യടോ. ഒരു കണക്കിന് താൻ ഭാഗ്യവാനാ. തോളത്തൊരു മാറാപ്പും ഇരുപുറം തേഞ്ഞൊരിടക്കിയും. जब मजे में रहता है, जब क्या अकेला है वो पूरे घर में नहीं.
मतलब अपना नहीं है उसका कोई, फिर मजे में रहता है। तो कभी एक के साथ टाइम पास कर रहा है, कभी दूसरे के साथ। आगे മേളത്തിരി ദൂരേന്ന് കേട്ടു. പെരിങ്ങോ ഇല്ല, आया नहीं वो वही अच्छा। ഭാനുമതി उसने मना नहीं कर दिया उस लड़की ने। ആ കുട്ടി ഇത്തിരി അവരെ പ്രയാസപ്പെടാൻ സ്വന്തം അമ്മയും ഇത്ര പണി വയസ്സാണ്, ഇറങ്ങിയിട്ട് ഈഗോ ഉള്ള വർഷം പോത്തെ. 3 ആവുന്നു. നീലാണ്ടൻ ഇളകിയോ? നീലാണ്ടൻ ആരുടെ ചേച്ചി കത്ത്? പണിക്കർ സാറിന്റെ. ഇത് जॉब के लिए शायद जाएगी, अब नहीं जा रही ना वो, उसने छोड़ दिया। खाना भी दे रही है भयंकर। तो उसकी बीवी कहाँ है फिर? उसके साथ वो कर रहा हो जबरदस्ती, बहुत घटिया आदमी है। അവസരം ഉണ്ടാക്കണ്ടെന്ന് ഭർത്താവിനോട് പറഞ്ഞേക്കൂ. നീ പ്രസംഗിക്കുന്നു വേണ്ട. अब उससे तो इल्जाम लगा रहा കൊഞ്ചിപ്പുഴയും വന്നാലേ ഞാനൊരു പുരുഷനാ. है, बहुत कमीना है। വിദ്യകൾ എന്തെല്ലാം കാണും. നിർത്തടി, മതി. ഇനിയത്തെ കുട്ടികളെ ദുഷ്ടത്തെങ്കിലും പറഞ്ഞാൽ കൊത്തി അറിഞ്ഞു ഞാൻ. वो तो ऐसे बेकार में रह देते वो, नौकर की तरह रह देते। नहीं आगे वापस। और कहीं जा भी कहाँ सकते हैं। എനിക്ക് കഴിയില്ല. ഭാനു, വേറെ എന്തെങ്കിലും ഒരു വഴി തെളിയണ വരെ ഇതേ അച്ഛൻ നോക്കിയിട്ടൊരു നിവൃത്തിയുള്ളൂ. അവിടെ ആരും വരില്ല, അതെനിക്ക് ഉറപ്പാ. ഇപ്പോ അച്ഛൻ ആവശ്യം മക്കളുടെ ശരീരം കാക്കുക എന്നുള്ളതാ. उसको आप जानते हैं ना उसको, है ना, कैसा आदमी है वो, है ना। हाँ, अब वो अब उन्हें पता चल गया ना जब उसने माफी मांगी उनसे। വരിക വരിക. ദാ ഇതിലെ घर खाली रहता उसका। अच्छा, ये खाना बनाती है ये औरत वहाँ। ഞങ്ങൾ ഉണ്ടാക്കിക്കോളാം. നല്ല കഥയായി. നിങ്ങൾ അടുക്കളപ്പണി ചെയ്യേ. പിന്നെ ഞാൻ എന്തിനാ ഒരു उसने ജോലി मना कर रखा ചെയ്തിട്ടുണ്ടെന്നാ है कि മോളിൽ इन्हें നിന്നുള്ള मत देना खाना बनाने की, मतलब इनसे कुछ काम मत करवाना। अब वो कैसे थी वो लड़की, उनसे सारे काम करवा रही थी, उनके नौकर की तरह, എന്റെ മകളെ പട്ടിണിക്കിടാതെ मतलब उनका फायदा उठा रही थी। എന്താ പക്ഷേ ഇപ്പൊ കോടതി മംഗലശ്ശേരിയിലാണെന്ന് കേട്ടു. लो अभी परेशान करने लगे वहाँ, देखो वो याद नहीं, कोई और है। ഇതാ നാട്ടിലെ വർത്തമാനം എന്ന് വെച്ചാ लोग अब गलत बात नहीं कर रहे ना। ओ वो आ गया क्या? अच्छा, उन्हीं लोगों को पीटना आ गई। है ना, गलत बात है। हाँ, कितना वो पीटेगा ये? मतलब पूरे गांव में सभी करेंगे ऐसी बातें। ढंग से डोल रहा है। पुलिस आ गई क्या? പറയും അതാ ശീലം. താനായിട്ട് വിചാരിച്ച മാറ്റാനാവില്ല. പോ. താനെന്താ ഭീഷണിപ്പെടുത്തുക? ढंग की तरह से ഒന്നാളെ ഞാൻ പഠിക്കില്ല കേട്ടോ. പുതിയ ആളായതുകൊണ്ടാ, ഇവിടെ ചോദിച്ചാ മതി. വാടാ. पुलिस सामने धमकी दे रहा है। अब किसी की हिम्मत होगी ना इस तरह से बातें करने की। അനുഭവിക്കണ്ടേ, ദൈവനിശ്ചയായിരിക്കും. മാഷ് വിഷമിക്കരുത്. ഇനി ഒരുത്തനും 7 കരയിൽ വാ തുറക്കില്ല. 1000 കുടത്തിന്റെ വായടക്കി
പിന്നെ ഇതിന്റെ പേരില് ഇവിടം വിടാനുള്ള തീരുമാനം വേണ്ട. अब ये आदमी कौन है? ആ കൂട്ടിക്കൊണ്ട് ചെല്ലാൻ അയച്ചിരിക്കുന്നത്. अच्छा। കാണണമെന്ന് കലശലായ മോഹമുണ്ട്, അതുകൊണ്ടാ. अच्छा उसको उसके बुलाना बाद- रखा ना इसे, अच्छा इसकी माँ ने बुलाया ना उसे. എത്തി. ഉവ്വ. ആ എന്റെ ശിവനെ ഇത് എന്ത് പറ്റി ഒന്ന് കാണാന്ന് കരുതാൻ. अच्छा वापस भी लाएगा अपनी माँ को ये. പൂശാൻ കൊണ്ട് പാർപ്പിച്ചിരിക്കുകയാണെന്ന് ഒരുത്തനും പറയില്ലല്ലോ. പിന്നെ കൂടെ പൊറുക്കാൻ കരളുറപ്പുള്ള ഏതെങ്കിലും ഒരു പെണ്ണി वापस लाएगा ना. മംഗലശ്ശേരി മാധവ മേനോന്റെ മകൻ യോഗ്യനായി മാറുമ്പോ കൂടെ താനും ഉണ്ടാവണ്ടേ? അപ്പോഴല്ലേ ഒരു സുഖമുള്ളൂ. മോൻ എങ്ങനെ പറഞ്ഞു ഓപ്പോളിന്റെ വയറ്റിൽ യാത്ര? ये नहीं चाहे कि ये यहाँ है. अच्छा यही रहती शायद उसकी माँ. हाँ उनकी दुश्मनी क्या होगी इससे? पता नहीं. ऐसा क्या किया इसने महंगा? ബുദ്ധിമുട്ടായോ വിളിപ്പിച്ചത്? എന്താ അമ്മ ഇങ്ങനെ? ചിലപ്പോ കണ്ണടയും മുമ്പ് കാണാൻ കഴിഞ്ഞില്ലെന്ന് വരും. അതാ ഞാൻ ആളെ വിട്ടത്. ജീവിക്കണമെന്ന് മോഹമില്ലാത്തോണ്ട് ഞാൻ അതൊക്കെ उसने നിർത്തി. दवाई भी छोड़ दी. ഗുണദോഷിക്കല്ല, അത് പെടുന്നൊരു പേരുണ്ട്. മംഗലശ്ശേരി മാധവ മേനോൻ എന്നൊരു മനുഷ്യന്റെ ജീവിച്ചിരുന്ന കാലം അത്. നീ കാരണം ചീത്തയാകേണ്ടി വരുന്നത് എനിക്ക് സഹിക്കാനാവില്ല. മനഃപൂർവം ചെയ്യാൻ കഴിയ. നിനക്ക് കഴിയണം സ്വയം മാറാൻ. അതല്ലെങ്കിൽ നീ സത്യം അറിയണം. इसकी इमेज ही खराब हो रही है ना. എന്റെ മകനല്ല എന്നുള്ള സത്യം अबे എന്താണ് അമ്മ പറയുന്നത്? അമ്മ പറയുന്നത് ആരാണോ वो उसके पापा नहीं है. है तो उसका बेटा कहाँ है फिर? നിർബന്ധത്തിന് വഴങ്ങി അദ്ദേഹത്തെ വിവാഹം ചെയ്യുമ്പോൾ എന്റെ വയറ്റിൽ जब നിനക്ക് इसकी शादी इसकी 2 माँ की മാസത്തെ വളർച്ചയുണ്ടായിരുന്നു. तो ये पहले से प्रेग्नेंट थी ना इसकी माँ, अच्छा इसलिए वो इसके पापा नहीं है. പക്ഷേ എല്ലാ ആ നിമിഷം തൊട്ട് മറന്നേക്കാൻ അദ്ദേഹം പറഞ്ഞു. കൂടെ കഴിഞ്ഞ 26 വർഷവും അദ്ദേഹത്തിന്റെ ശ്രമം അതിനുവേണ്ടി തന്നെയായിരുന്നു. എന്റെ പാരമ്പര്യം പിഴച്ചു പെറ്റൊരു അമ്മയുടേതാണ് മോനെ. മോനെ अरे उसकी माँ की तो तबीयत खराब होने लगी. तो इसका बाप कौन है? पता नहीं. കുട്ടിക്ക് വിവാഹത്തിന് മുമ്പ് പറ്റിയ നാണം കെട്ട തെറ്റ് ഭ്രൂണഹത്യ തീർക്കാമായിരുന്നില്ലേ? गाड़ी से बात कर. उसके पापा की गाड़ी ना. ആവാമായിരുന്നില്ലേ? എന്തുകൊണ്ട് ചെയ്തില്ല? മഹാമനസ്കത, മനുഷ്യത്വം. ഒരാളിന്റെ ദയായിരുന്നു എന്നറിയുമ്പോ ഇതെന്റെ മരണമാണ്. മംഗലശ്ശേരി നീലകണ്ഠന്റെ മരണം അവന്റെ തുമ്പിലിരുന്ന് പൊള്ളുകയാണ്. ആദ്യമായി ഞാൻ വെറുക്കുകയാണ്. എനിക്ക് ഒന്ന് വഴക്ക് പറയെങ്കിലും ചെയ്യ്. വരേ. ആരാ അത്? ചോദിച്ചാ അച്ഛൻ. അമ്മ മക്കളോട് ആരെ ചൂണ്ടി അച്ഛനെന്ന് പറയുന്നോ അവരാണ് മക്കൾക്ക് അച്ഛൻ. അപ്പൊ ആരല്ല? അതെ വരരെ, ഞാൻ പിഴച്ചു പറ്റാണ്. പുറം ലോകത്ത് അമ്മയുടെ വായിൽ നിന്നറിയണം ആരാണ്. ദിവ്യഗർഭം സമ്മാനിച്ച മഹാത്മാവ് ആരെന്നറിയണം.
दोबारा जाने क्या? अरे वहाँ यार को जाऊँ उसकी माँ है, हाँ, दोबारा क्यों गया, क्यों आया यहाँ? पता करने यार होगा अगली बात से। वे मर गए शायद वो, अरे हाँ, काफी लोग इकट्ठा हो गए ना, हाँ, मौत हो गई, इसलिए आया शायद वो, पता चला वो उसे। हो सकता है। ഒന്നും മുഴുമിപ്പിക്കാതെ